السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون. ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമ്മൾ സൂറത്തുൽ അംബിയയിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയയിലെ 45 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരാകാൻ, അതിൻ്റെ പഠിതാക്കളാകാൻ മഹാഭാഗ്യം തൗഫീഖ് കിട്ടിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ ഖുർആൻ പഠിക്കാൻ മനസ്സിൽ അതിനുള്ളൊരു തൗഫീഖ് കിട്ടാത്ത ധാരാളം ആളുകളുണ്ട്. അതല്ലെങ്കിൽ ഖുർആൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത ആളുകളുമുണ്ട്. എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം, ഇവിടെ ഒരു പള്ളി നമസ്കാരമൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ കലാം, അത് ഖുർആൻ തുറന്നു വെച്ച് അതിൻ്റെ അർത്ഥം, ആശയം ഒക്കെ പഠിക്കാൻ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ്. നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് എടുത്താൽ അള്ളാഹു നമ്മുടെ ഇൽമും അതേപോലെ നമുക്കുള്ള മറ്റു കാര്യങ്ങളൊക്കെ തുറവി തരുന്നതാണ്. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും എന്നാണ്. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഹദീസ്, ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 7527-ാമത്തെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറയാണ്, മല്ലം യതഗന്ന ബിൽ ഖുർആൻ, ഖുർആൻ മണിച്ച് ഓതാത്തവൻ. ഖുർആൻ മണിച്ച് ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ രാഗാത്മകമാക്കുക എന്നതല്ല, മറിച്ച് നമ്മൾ ശബ്ദം നന്നാക്കി ഏറ്റവും മനോഹരമായി ഭംഗിയിൽ ഓതുക എന്നതാണ് മണിച്ചോതുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്, അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് ഖുർആനിനെ നിങ്ങൾ മനോഹരമാക്കുക, ഭംഗിയുള്ളതാക്കുക. ഓരോരുത്തരുടെയും ശബ്ദം എങ്ങനെയാണ്, അതിന്റെ മാക്സിമം അതിന്റെ ഭംഗിയിലാണ് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യേണ്ടത്, പാരായണം ചെയ്യേണ്ടത്. അപ്പം ധാരാളം ഓതി തീർക്കുക, അങ്ങനെ ഒരു പെട്ടെന്ന് വേഗതയിൽ ഓതി തീർക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഖുർആൻ പാരായണം എന്നത് ഉന്മേഷത്തോടെയും ഹൃദയ സാന്നിധ്യത്തോടുകൂടെയും
വനവർത്തിലിൽ ഖുർആന തർത്തീല എന്ന് പറഞ്ഞത് സാവകാശം, സാവധാനത്തിൽ ആ രൂപത്തിൽ ഓതാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായി ബന്ധപ്പെട്ട്, പാരായണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മുടെ പാരായണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഒന്ന്, ആ ഈണത്തിൽ ഭംഗിയിൽ ഓതാൻ നമ്മൾ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് എടുക്കുന്നത് 45, 46, 47 ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് സൂറത്തുൽ അംബിയയിൽ നമ്മൾ തുടക്കം മുതലേ പഠിച്ച വിഷയം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച അവിശ്വാസികൾ നടത്തിയ കുറെ ദുരാരോപണങ്ങളും അതിനുള്ള മറുപടിയാണ് ഖുർആൻ കൊടുത്തത്. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ആഗ്രഹിച്ചിരുന്ന മക്കയിലെ അവിശ്വാസികൾ ഒരാളുടെ മരണം ആഗ്രഹിക്കുക. എന്തിനാണ്? ഇസ്ലാമിന്റെ ആദർശം, അതിന്റെ പ്രബോധനം ശക്തി ആർജിച്ച് ഇസ്ലാമിലേക്ക് ആളുകളുടെ വലിയൊരു ഒഴുക്ക് നടക്കുകയാണ്. അപ്പൊ അവര് ആഗ്രഹിക്കണ മനസ്സുകൊണ്ട് എന്ത്? ഈ നബിയൊന്ന് മരിച്ചു കിട്ടിയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ അവിടെ നിൽക്കും. പക്ഷെ അള്ളാഹു അതിന് ചോദിച്ചെന്താണ്? അഫയും മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നബി മരിച്ചാൽ തന്നെ നിങ്ങൾ ശാശ്വതരാകുമോ? നിങ്ങൾക്ക് ഇവിടെ സുഖിച്ച് ജീവിക്കാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ കാര്യങ്ങളാണ്. പ്രവാചകനെ അവർ പരിഹസിച്ച വാക്കാണ് എന്ത്? അഹാദല്ലദീ യദ്കുറു ആലിഹത്തക്കും. നിങ്ങളെ ഇലാഹുമാരെ ആക്ഷേപിക്കുന്ന ആൾ ഇവനല്ലേ എന്ന് ചോദിച്ച റസൂല വരുമ്പോഴൊക്കെ എന്ത് ചെയ്യാം? പ്രവാചകനെ പരിഹസിക്കുക. അതേപോലെ തന്നെ അവർ അന്ത്യനാളുമായി ബന്ധപ്പെട്ട ഒരു ചോദിച്ച ചോദ്യമാണ് എന്ത്? ഒക്കെ പരിഹാസമാണ്. മത്താ ഹാദൽ വാദ് എന്ന് പറഞ്ഞാല് അന്ത്യനാളിന്റെ സംഭവം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അന്ത്യനാളിന്റെ ഡേറ്റ് കിട്ടാനല്ല ചോദ്യം. പിന്നെ അന്ത്യനാളിനെ നിഷേധിക്കുന്ന ആളുകൾ അതിനെ പരിഹസിക്കാണ്. ഇതെപ്പോഴാ സംഭവിക്കുക എന്ന് തിരക്കൂട്ടി പറയാണ്. അപ്പൊ അള്ളാഹു അതിന് കൊടുക്കണ മറുപടി എന്താ? അന്ത്യനാൾ എപ്പോൾ സംഭവിക്കുന്നു എന്നതല്ല പ്രധാനം, പിന്നെ അത് സംഭവിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അവിശ്വാസികളായ ആളുകൾ അവരുടെ അവസ്ഥ എന്താണ്? അവരെന്ത് ചെയ്യാണ്? അതിൽ വെപ്രാളപ്പെട്ട് മുന്നോട്ട് പോകും. എന്നിട്ട് അവരുടെ പരിഹാസത്തെയാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് പോകുക. അതിനെ തുടർച്ചയായിട്ടാണ് എന്ത് ചെയ്യണത്? കഴിഞ്ഞ തലമുറകൾ നശിക്കാനും അവർ ശിക്ഷിക്കപ്പെടാനൊക്കെ എന്ത് ചെയ്തു? കാരണമായത് ഇത്തരം പരിഹാസങ്ങളും പ്രവാചകന്മാരെ അവിശ്വസിച്ചതും അവരെ കളിയാക്കിയതും അവരെ കുറ്റപ്പെടുത്തിയതൊക്കെയാണ് കഴിഞ്ഞ തലമുറകളിലൊക്കെ നാശത്തിന് കാരണം. അതിനെ തുടർച്ചയായിട്ടാണ് ഇനി നമ്മൾ 45 മുതലുള്ള ആയത്തുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. നമുക്കൊന്ന് ആദ്യം ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون. ولئن مستهم نفحة من عذاب ربك ليقولن يا ويلنا إنا كنا ظالمين. ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا.
وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون. അവിടെ നമുക്കറിയാം രണ്ട് മദ്ദിന്റെ പിന്നെ മദ് മുഫസ്സിൽ നമുക്ക് കാണാം. അവിടെ ഇന്നമാ ഉൻദിറുക്കും അല്ലെ, ഹംസക്ക് മുമ്പ് അവിടെ എന്ത് ചെയ്തു? ഹർഫു മദ്, ഹറൂഫുൽ മദ്, അതായത് മദ്ദിന്റെ അക്ഷരമായ അലിഫ് വന്നു ഹംസക്ക് മുമ്പായിട്ട്. ഇന്നമാ ഉൻദിറുക്കും അവിടെ 5 ഹർക്കത്തിന്റെ അളവിൽ. അതേപോലെ ഇപ്പുറത്ത് ദുആ, അവിടെ നമ്മൾ ഇപ്പുറത്ത് മദ് മുഫസ്സിലാണെങ്കിൽ ഇതെന്താണ്? മദ് മുത്തസിലാണ്, ഒരൊറ്റ പദത്തിലാണ് എന്ത് ചെയ്യുന്നത്? മദ്ദിന്റെ അക്ഷരവും മദ്ദിന്റെ ഹംസയും ഒക്കെ വന്നത് ദുആ എന്നതിലാണ്. മാ യൂദറൂൻ, അവിടെ നൂനു സാക്കിനക്ക് എന്താണ്? ഇഖ്ഫ ആണ്. മാ യൂദറൂൻ. വലഇൻ മസ്സതുഹും നഫഹതും മിൻ അദാബി റബ്ബിക ليقولن يا ويلنا إنا كنا ظالمين. അവിടെയും നമുക്ക് മദ്ദിന്റെ മദ് മുൻഫസിൽ കാണാം. യാ വൈലന ഹംസക്ക് മുമ്പ്. ونضع الموازين القسط ليوم القيامة ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. നോക്കാം 45. കുൽ കുൽ ഖാല യഖൂലു കുൽ, ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു, കുൽ നീ പറയുക. ഇവിടെ നമുക്ക് പരിഭാഷയിൽ കാണാൻ നബിയെ പറയുക എന്ന് കാണാം. നബി എന്നുള്ളത് ഇവിടുന്ന് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിഭാഷകളിൽ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന എന്താണ്? അതിന്റെ പിന്നെ ഉദ്ദേശാർത്ഥമാണ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്, അതിന്റെ പരിപൂർണമായ ആശയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പദത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് കുൽ എന്ന് പറഞ്ഞാൽ നീ പറയുക. ഇവിടെ ആരോടാണ് പറയുന്നത്? അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് നബിയെ പറയുക. ഇന്നമാ ഉൻദിറുക്കും, ഇന്നമാ ഉൻദിറുക്കും, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് താക്കീതു നൽകുന്നു, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നു. നിശ്ചയമായും തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകുന്നു. അൻദറ യുൻദിറു, ഇൻദാർ എന്ന് പറഞ്ഞാൽ അൻദർ താക്കീതു നൽകി, യുൻദിറു താക്കീതു നൽകുന്നു, ഇൻദാർ താക്കീതു നൽകൽ. ഇവിടെ ഇന്നമാ ഉൻദിറുക്കും, നബിയോട് പറയാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ്. എന്താണ് പറയേണ്ടത്? ഇന്നമാ ഉൻദിറുക്കും, ഞാൻ നിങ്ങൾക്ക് നിശ്ചയമായി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. ബിൽ വഹി, എന്തുകൊണ്ടാണ്? വഹി കൊണ്ട്, ദിവ്യ സന്ദേശം കൊണ്ട്, വഹി കൊണ്ടത്രേ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകളെ, കാഫിറുകളായ ആളുകൾ എന്ത് ചെയ്യാണ്?
മുന്നറിയിപ്പുകൾ നൽകുകയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നദീറൻ വ ബശീറൻ എന്ന് പറഞ്ഞില്ല. നരകത്തെ പറ്റി താക്കീതും സ്വർഗത്തെ പറ്റിയുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മക്കയിലെ അവിശ്വാസികളായ ആളുകൾ, കാഫിറുകളായ ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി അവർക്ക് മുന്നറിയിപ്പുകൾ നൽകുകയാണ്. ഏതിനെ പറ്റിയിട്ടുള്ള മുന്നറിയിപ്പാണ്? നരകത്തെ പറ്റിയുള്ള താക്കീതുകൾ നൽകുകയാണ്, സ്വർഗത്തെ പറ്റിയുള്ള വാഗ്ദാനങ്ങൾ നൽകുകയാണ്, അള്ളാഹുവിന്റെ പരീക്ഷണത്തെ പറ്റിയും ശിക്ഷയെ പറ്റിയും അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇതൊക്കെ നബി സ്വന്തമായിട്ട് ഗവേഷണം നടത്തി ഉണ്ടാക്കി പറയുന്നതാണോ? നരകം എങ്ങനെയാണ്, പരലോകത്ത് ഇങ്ങനെ മീസാൻ ഉണ്ട്, അവിടെ ഹിസാബ് ഉണ്ട്, അവിടെ മഹ്ശറിൽ ഇങ്ങനെ പൊരിവെയിലത്ത് നിൽക്കേണ്ടി വരും, അവിടെ അർഷിൻ്റെതാണ്. ഇത് നബി ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കി പറയാണോ? അല്ല. നബി സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കാറില്ലല്ലോ. നബി എന്ത് സംസാരിച്ചോ അതെന്താണ്? അത് വഹിയാണ്. സൂറത്തുൻ നജ്മിൽ ആയത്ത് നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്. വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അവിടുന്ന് വഹിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും സംസാരിക്കാറില്ല. അപ്പൊ നബി അവരോട് പറയാണെന്ത്? ഞാൻ നിങ്ങൾക്ക് നൽകുന്ന താക്കീതുകൾ, മുന്നറിയിപ്പുകൾ ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബിൽ വഹി. എന്താണത്? വഹിയാണത്. അള്ളാഹുവിൽ നിന്നുള്ള വഹി കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? മുന്നറിയിപ്പുകൾ, താക്കീതുകൾ നൽകുന്നത്. കൃത്യമായ വഹി, അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? മുന്നറിയിപ്പുകൾ നൽകുന്നത്. എന്നാൽ ഈ മുന്നറിയിപ്പുകൾ ഇത് റസൂൽ ഇതിലൂടെ പറയുന്നതാണ്. എന്റെ ഇഷ്ടപ്രകാരമല്ല, അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങളാണ്. എല്ലാ സംസാരം ഉമ്മത്തിനോട് പറഞ്ഞതെല്ലാം എന്താണ്? വഹിയാണ്. അപ്പൊ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ച വഹിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ പ്രവാചകനോട്, അവരോട്, നിഷേധികളോട് പറയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? ആരാണിവർ? പ്രവാചകനെ നിഷേധിക്കുന്ന, കളവാക്കുന്ന, അതേപോലെ തന്നെ അള്ളാഹുവിനെ എതിർക്കുന്ന ആളുകളോട്, അക്രമികളോട് നീ പറയണെന്ത്? എന്താണ് പറയേണ്ടത്? ഇന്നമാ ഊദിറുകും ബിൽ വഹി. ഈ വഹി കൊണ്ടാണ്, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശപ്രകാരം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത്, മുന്നറിയിപ്പ് നൽകുന്നത്. എന്നിട്ട് പ്രവാചകന് വീണ്ടും പറയാണ് വലാ യസ്മഉ. എന്താണ് യസ്മഉ എന്ന് പറഞ്ഞാൽ? എന്താ? കേൾക്കുന്നു എന്നാണ് അല്ലെ? ഇവിടെ ലാ വന്നപ്പോ എന്ത് ചെയ്തു? കേൾക്കുകയില്ല. എന്ത് കേൾക്കൂല? നബി അവർക്ക് താക്കീത്, മുന്നറിയിപ്പ് നൽകാണല്ലോ, ഇൻദാർ നൽകാണല്ലോ, താക്കീതുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനെപ്പറ്റി പറയാണ് വലാ യസ്മഉ, കേൾക്കുകയില്ല. അസുമ്മു, സുമ്മാരാണ്? സ്വാദാണ്. വലാ യസ്മഉ സുമ്മു. സുമ്മ് എന്ന് പറഞ്ഞാൽ ബധിരനാണ്, ചെവിട് പൊട്ടനാണ്. എന്ത് പറയാ? അപ്പൊ ചെവിട് പൊട്ടൻ, ബധിരന്മാരെന്ത് ചെയ്യൂല? കേൾക്കൂല. എന്ത് കേൾക്കൂല? അദ്ദുആ. ദുആ എന്ന് പറഞ്ഞ എന്താ? ശരിക്ക് നമ്മൾ പ്രാർത്ഥന എന്ന് പറയാറുണ്ട്. ദാ എന്ന് പറഞ്ഞ എന്താ? ദാ വിളിച്ചു എന്നാണ്. യദ്ഉ വിളിക്കുന്നു. ദുആ എന്ന് പറഞ്ഞാൽ വിളിക്കൽ എന്നാണ്. ഈ വിളി ആര് കേൾക്കൂല? ബധിരന്മാര് കേൾക്കൂല. നമ്മളിപ്പോ ഒരു ചെവിട് പൊട്ടന് ചെവി കേൾക്കാത്ത ആളങ്ങനെ വിളിക്കാണ് ബാക്കിന്ന്, അയാളെന്ത് ചെയ്യൂല? കേൾക്കൂലല്ലോ. എന്തിനാണ് ഇതിവിടെ പറഞ്ഞത്? ഇതൊരു ഉദാഹരണം പറയണം, ഒരു ഉപമ പറഞ്ഞാണ്. അവിശ്വാസികളായ ആളുകൾക്ക് നബി നിരന്തരം നരകം പറയുന്നു, പരലോകം പറയുന്നു, അള്ളാഹിന്റെ ശിക്ഷകളെ ഭയപ്പെടുന്നു പറയുന്നു. ശിവരെന്ത് ചെയ്യില്ല? ഒന്നും കേൾക്കാത്ത പോലെയാണ്. അപ്പൊ അവർക്കിട്ട് വെച്ചതാണെന്ത്? ബധിരന്മാർ, ചെവിട് പൊട്ടന്മാരെന്ത് ചെയ്യൂല? വിളി കേൾക്കൂല, വിളി കേൾക്കൂല. ഇതാമാ യുൻദറൂൻ. അല്ലാഹ് പറയാണ് അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുമ്പോ അതവർ കേൾക്കുന്നില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ഉദാഹരണമാണ് എന്ത്? ബധിരന്മാർ എത്ര വിളിച്ചാലും താക്കീത് ചെയ്താലും അവരെന്ത് ചെയ്യൂല? കേൾക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി കൊടുക്കുന്ന ഉപദേശങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്യാണ്? നമ്മൾ മുമ്പ് പറഞ്ഞില്ല, വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അവര് തിരിഞ്ഞു കളയാണ്, അവരതിനെ നിഷേധിച്ചു തള്ളുകയാണ്. അപ്പൊ ഉദാഹരണത്തിലൂടെ അള്ളാഹു അവരെന്ത് ചെയ്യാണ്? ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് ഒരു ബധിരന്മാരെ പോലെ ഇവരെന്ത് ചെയ്യാണ്? പ്രവാചകന്റെ താക്കീതുകളെ, മുന്നറിയിപ്പുകളെ അവര് കൈകാര്യം ചെയ്യാണ്. ഒന്നുകൂടി നോക്കി നമ്മൾ അതിന്റെ വാക്കർത്ഥം. ഖുൽ എന്ന് പറഞ്ഞു നോക്കിയാൽ, ഖുൽ നബിയെ പറയുക, ഇന്നമാ ഉൻദിറുക്കും. ഇന്നമാ ഉൻദിറുക്കും എന്താണ്? നിങ്ങൾക്ക് നിശ്ചയമായും നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. ബിൽ വഹി, വഹി കൊണ്ട്, വഹിന്റെ അടിസ്ഥാനത്തിൽ. വലാ യസ്മഉ കേൾക്കുകയില്ല. അസുമ്മു ബധിരന്മാർ. അദ്ദുആ വിളി. അപ്പൊ ബധിരന്മാർ വിളി കേൾക്കുകയില്ല. ഇദാ മാ യുൻദറൂൻ
അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുമ്പോൾ. അപ്പൊ അതിന്റെ പൂർണ്ണമായ അർത്ഥം എന്താ? നബിയെ പറയുക, അള്ളാഹുവിൽ നിന്നുള്ള വഹീ പ്രകാരം, ദിവ്യ സന്ദേശപ്രകാരം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നത്. താക്കീത് നൽകപ്പെടുമ്പോൾ ബദിരന്മാർ ആ വിളി കേൾക്കൂല. യഥാർത്ഥത്തിൽ ഇവര് ബദിരന്മാരാണോ? അക്ഷരാർത്ഥത്തിൽ ഇവർ ചെവിട് പൊട്ടന്മാരല്ല. യഥാർത്ഥത്തിൽ അവരുടെ സമീപനം കൊണ്ട് അവരെന്താണ്? അല്ലാഹ് അവരെ സുമ്മ് എന്നാണ് വിളിച്ചത്. ബദിരന്മാരെ പോലെയാണ്. നബിയുടെ ഉപദേശം, ഈ ഇൻദാറുകൾ, താക്കീതുകൾ, മുന്നറിയിപ്പുകൾ ഒന്നും അവരെന്ത് ചെയ്യുന്നില്ല, ചെവി കൊടുക്കുന്നില്ല എന്നാണ്. അവിടെയാണ് ഇമാം തൊബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് കാണാം. വലാ യുസ്ഗൽ കാഫിറു ബില്ലാഹി ബിസംഇ ഖൽബിഹി ഇലാ തദ്കുറു മാ ഫി വഹീല്ല മിനൽ മവാഇദി വദ്ദിക്ർ ഫയതദക്കറു ബിഹി വയഅതബിർ ഫയൻസജിറു അമ്മാ ഹുവ അലൈഹി മുഖീമു മിൻ ളലാലിഹി ഇദാ തുലിയ അലൈഹി വഉരീദു ബിഹി വലാകിന്നഹു യഅരിദു അനിൽ ഇഅ്തിബാർ ബിഹി വത്തഫക്കുറു ബിഹി ഫിഅലുൽ അസം അല്ലദീ ലാ യസ്മഉ മാ യുഖാലു ലഹു ഫയഅമലു ബിഹി. അതായത് അല്ലാഹുവിന്റെ വഹീയിലേക്ക് ചെവി കൊടുക്കാനോ അതിലുള്ള ഉത്ബോധനങ്ങളും ഉപദേശങ്ങൾ കേട്ട് അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനോ ഉത്ബുദ്ധരാകാനോ ആര് തയ്യാറല്ല? മക്കയിലെ അവിശ്വാസികൾ. ഇത് മക്കക്കാർക്ക് മാത്രം ബാധകമാണോ? നമ്മൾ പലപ്പോഴും ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ആയത്ത് പറയുമ്പോൾ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പറയും. അത് അവിടുത്തെ സംഭവമായിരിക്കും, മക്കയിലെ അവിശ്വാസികളുമായി ബന്ധപ്പെട്ടതായിരിക്കും. പക്ഷെ അത് അവിടത്തേക്ക് മാത്രം പരിമിതപ്പെടുവോ? ഇല്ല. ഇന്നും അള്ളാഹുവിന്റെ വിധിവിലക്കുകളോടും മുന്നറിയിപ്പുകളോടും ഈ സമീപനം സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെയാണ് എന്ത് ഈ ആയത്ത് ബാധകമാണ്. അള്ളാഹുവിന്റെ മുന്നറിയിപ്പെന്ന് കുതറി മാറി അതിനെ ചെവികൊള്ളാത്ത ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെയാണ് ഈ ചോദ്യം. നിങ്ങൾ ബദിരന്മാരെ പോലെ നിങ്ങൾ കേൾക്കുന്നില്ല എന്ന ചോദ്യം അവരോടൊക്കെയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവിശ്വാസികൾക്ക് ഇതൊന്നും കേട്ട് കൽബ് കൊണ്ട് ഉൾക്കൊള്ളാൻ അവരെന്തല്ല, സാധ്യമല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ താക്കീതുകൾക്ക് ചെവി കൊടുക്കാത്തവർ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനില് തുടക്ക ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. തുടക്ക ഭാഗത്ത് അല്ലാഹു പറയുന്നില്ലേ, ലഖദ് ഹഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നുണ്ട്. ചില ആളുകളെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്, അവരിൽ മിക്കവരുടെ കാര്യത്തിലും ശിക്ഷയെ സംബന്ധിച്ച വചനം സത്യമായി പുലർന്നിരിക്കുന്നു, അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാല ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. തീർച്ചയായും അവരുടെ കഴുത്തുകളിൽ നാം ചങ്ങലകൾ വെച്ചിരിക്കുന്നു, അതവരുടെ താടിയെല്ലുകൾ വരെ എത്തുന്നു, അത് കാരണം അവർ തല കുത്തനെ പിടിച്ചവരായിരിക്കും. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവരുടെ മുമ്പിൽ ഒരു തടസ്സവും അവരുടെ പിന്നിൽ ഒരു തടസ്സവും നാം വെച്ചിരിക്കുന്നു, അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു, അതിനാൽ അവർക്ക് കാണാൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, വസവാഉൻ അലൈഹിം അഅൻദർതഹും. ഇൻദാർ ഇതാണ് ഇവിടെ പറഞ്ഞത്. അവരെ അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. നീ അവർക്ക് താക്കീത് നൽകിയോ അതല്ല താക്കീത് നൽകിയില്ലേ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു, അവർ വിശ്വസിക്കുകയില്ല. അപ്പൊ ചില ആളുകളുടെ സമീപനം അങ്ങനെ, താക്കീത് നൽകട്ടെ താക്കീത് നൽകാതിരിക്കട്ടെ, അവരുടെ സമീപനം എന്താണ്? ഇതിനോട് പുറംതിരിഞ്ഞു നിന്ന് ഇതിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നുള്ളതാണ് അവരുടെ സമീപനം. അതേപോലെ അള്ളാന്റെ ഉത്ബോധനത്തിൽ നിന്ന്, ദിക്റിൽ നിന്ന് കുതറി മാറുന്ന ആളുകൾ. നമ്മൾ സൂറത്ത് ത്വാഹയിൽ പഠിച്ച ആയത്താണ് ഏത്? വമന്ന അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. അവിടെ പറഞ്ഞെന്താണ്? എന്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ദൻക. നമ്മള് പഠിച്ച ആയത്താണല്ലോ ത്വാഹയിൽ. എന്താ? അവന് കുബുസായ ഇടുങ്ങിയ ജീവിതമാണ് അവനുണ്ടാകുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അവൻ നാളെ പരലോകത്ത് പിന്നെ അന്ധനായി ആയിരിക്കും ഖിയാമത്ത് നാളിൽ വരിക. ഖാല റബ്ബി ലിമ ഹശർതനി. അവൻ പരലോകത്ത് ചോദിക്കും, പടച്ചോനെ ലിമ ഹശർതനി അഅമാ, എന്നെ എന്തിനാണ് പിന്നെ അന്ധനായി ഒരുമിച്ച് കൂട്ടിയത്? വഖദ് കുന്തു ബസീറ, ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അപ്പൊ അല്ലാഹ് പറയുന്നത് എന്താ? ഖാല കദാലിക അതതക ആയാതുനാ ഫനസീതഹാ. നമ്മുടെ ആയാത്തിൽ നിനക്ക് വന്നപ്പോൾ നീ അതിനെ മറന്നു കളഞ്ഞു, അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസ, ഇന്ന് നിന്നെയും ഞാൻ മറക്കുന്നു എന്നാണ്. അപ്പൊ അള്ളാന്റെ ദിക്റിൽ നിന്ന്, താക്കീതുകളിൽ നിന്ന് കുതറി മാറിയ ആളുകളെ പറ്റിയാണ് ഈ ആയത്ത്, 45-ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 46 ഇതിന് തുടർച്ചയായിട്ടുള്ള ആയത്താണ്.
ഇനി ഈ താക്കീതുകളിൽ നിന്നൊക്കെ കുതറി മാറി അതിനെ ചെവി കൊടുക്കാത്ത തിരിഞ്ഞു കളയുന്ന ആളുകൾ, അവരുടെ ഒരു ശിക്ഷ വരുമ്പോഴുള്ള അവരുടെ സമീപനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വല ഇം മസ്സത്തുഹും. മസ്സ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സൂറത്ത് മറിയമിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ പദം. മസ്സ ബാധിച്ചു എന്നാണ് അർത്ഥം. മസ് എന്ന് പറഞ്ഞാല് ബാധിച്ചു. വലം യംസസ്നി ബശർ എന്ന് പറഞ്ഞില്ലേ മറിയം ബീവി, മറിയം പഠിച്ചില്ല നമ്മള്. വലം യംസസ്നി ബശറുൻ. ആര് വന്നപ്പോ? ജിബ്രീൽ വന്നില്ല, എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പിന്നെ സന്തോഷവാർത്ത അറിയിക്കണം. അപ്പൊ മറിയം ബി പറയാം വലം യംസസ്നി ബശറുൻ, എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല. വലം അക്കു ബഗിയ, ഞാൻ ഒരു തെമ്മാടി പെണ്ണുമല്ല എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഒരു വഴിയിലും എനിക്കതിന് സാധ്യതയില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്നാൽ അനുവദനീയമല്ലാത്ത ഹറാമിന്റെ വഴിയും ഞാൻ സ്വീകരിച്ചിട്ടില്ല. അവിടെ വലം യംസസ്നി ബശറുൻ, എന്നെ സ്പർശിച്ചിട്ടില്ല, ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്പർശിച്ചു ബാധിച്ചു എന്നൊക്കെയാണ് മസ്സയുടെ അർത്ഥം. ഇവിടെ മസ്സത്തുഹും എന്നാണ്, അവരെ ബാധിച്ചു. വല ഇം മസ്സത്തുഹും എന്നാണ് ഇവിടെ. അപ്പൊ എന്തായി? അവരെ ബാധിച്ചാൽ. ആരെ? കഴിഞ്ഞ ആയത്തിലെ വിഷയം ആരാ? കാഫിറുകളാണല്ലോ. അള്ളാന്റെ റസൂല് മുന്നറിയിപ്പ് കൊടുത്ത അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന നിഷേധികൾ, അവിശ്വാസികൾ ഉണ്ടല്ലോ, അവരെ പറ്റിയിട്ടാണ് പറയുന്നത്. അതാണ് ഹും, അവരാണ് ആ ഹും. വല ഇമ്മസ്സത്തുഹും, അവരെ സ്പർശിച്ചാൽ, അവരെ ബാധിച്ചാൽ. എന്ത്? നഫ്ഹത്തുൻ. എന്താണ് നഫ്ഹത്ത്? നഫ്ഹത്തിന് ശരിക്കും അർത്ഥം പിന്നെ മുഫസ്സിറുകൾ കൊടുത്ത അർത്ഥം അതിന് യഥാർത്ഥത്തിൽ ഈ നേരിയ കാറ്റിന് ഭാഷയില് നഫ്ഹത്ത് എന്ന് പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ശിക്ഷ, ഒരു നേരിയ കാറ്റ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞത്. ഒരു ചെറിയ അളവിൽ, ഒരു നേരിയ അളവിൽ. മിൻ അദാബി, എവിടുന്നുള്ള? ശിക്ഷയിൽ നിന്നുള്ള ഒരു നേരിയ കാറ്റ്, ഒരു ചെറിയ അളവ് അവരെ സ്പർശിച്ചാൽ, അവരെ ബാധിച്ചാൽ. എവിടുന്ന്? റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന്. അപ്പൊ അവിടുന്ന് ഒന്നിച്ചർത്ഥം പറഞ്ഞു നോക്കി നമ്മള്. നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു നേരിയ കാറ്റ് അവരെ സ്പർശിക്കുന്ന പക്ഷം, അവരെ ബാധിച്ചാൽ. വലയിം മസ്സത്തുഹും, അവരെ ബാധിച്ചാൽ. നഫ്ഹത്തുൻ, ഒരു നേരിയ കാറ്റ്. മിൻ അദാബി റബ്ബിക, നിന്റെ റബ്ബിന്റെ അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്. അപ്പൊ അവര് ലയഖൂലുന്ന, എന്താ ലയഖൂലുന്ന? അവര് തീർച്ചയായും അവര് പറയും. അവിടെ അങ്ങനെ ഒരു അർത്ഥം ഉണ്ട്. അങ്ങനെ ആ നൂനിനൊരു ശബ്ദ കാണുന്നില്ല. ലയഖൂലുന്ന. ഇവിടെ നമ്മൾ ഈ മക്കത്തെ മുശ്രിക്കിന്റെ ഉള്ള പല ചോദ്യങ്ങളും പറയുന്നിടത്ത് ഇത് കാണാം. നിങ്ങൾ ആരാണ് സൃഷ്ടിച്ചത്? ആകാശത്തെ സൃഷ്ടിച്ച ആരാണ്? അപ്പൊ സയഖൂലൂനലില്ല. ചിലടത്ത് ലയഖൂലുന്നല്ലാ എന്നവര് പറയും. അല്ല തന്നെയാണ് എന്ന് ആര് പറയും? മക്കത്തെ മുശ്രിക്ക് പറയും. അപ്പൊ ഈ ആയത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയാ? റുബൂബിയത്തിൽ ആർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു? അവിടെ ലയഖൂലുന്നല്ലാ എന്നാണ് അവര് പറയുന്നത്. ഇവിടെ ലയഖൂലുന്ന, നിശ്ചയമായും അവര് പറയും. എന്ത് വരുമ്പോഴാണ് അവര് പറയുന്നത് ഈ വാക്ക്? ശിക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ, വലിയ ശിക്ഷ വന്നിട്ടില്ല. പിന്നെ അതാണ് നഫ്ഹത്ത് എന്ന് പറഞ്ഞത്. എത്ര? ഒരു നേരിയ ശിക്ഷന്റെ ഒരു ചെറിയ അളവ് അങ്ങോട്ട് വരുമ്പോ തന്നെ അവര് പറയണെന്ത്? യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. അവരുടെ വിലാപമാണ് ഇത്. നമ്മൾ മുമ്പ് ഇതേ സമാനമായ ഒരു ആയത്ത് പഠിച്ചിട്ടുണ്ട്, വിലാപം. കഴിഞ്ഞ തലമുറകളുടെ നാശം പറഞ്ഞപ്പോ ശിക്ഷ വരുമ്പോ അവര് പറയുന്ന ഒരു വാക്കായിട്ട് പറഞ്ഞു. എന്താ അവര് പറയണത്? യാ വൈലന. എന്താ വൈ? നാശം. ഇവിടെ യാ എന്ന വിളി, യഥാർത്ഥത്തിൽ യാ എന്ന ഹർഫ്, അക്ഷരം, പിന്നെ സാധാരണ അറബിയിൽ ഉപയോഗിക്കാറ് അതിന് പറയാ ഹർഫു നിദാ എന്നാണ് പറയാറ്. വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരാണ്. ഇപ്പൊ ഒരാളെ നമ്മൾ വിളിക്കണമെങ്കിൽ എങ്ങനെ വിളിക്കാം? നമ്മള് മലയാളികൾ വിളിക്കുക എന്താണ്? മുഹമ്മദേ എന്ന് വിളിക്കും. എന്നാൽ അറബിയിൽ വിളിക്കെന്താണ്? യാ മുഹമ്മദ്. എന്നുള്ള ഒരു വിളി ഉണ്ടല്ലോ, യാ അബ്ദുല്ലാ, ഓ അബ്ദുല്ലാ എന്ന് നമ്മൾ വിളിക്കുന്നത് യാ എന്നാണ് അക്ഷരം ഉപയോഗിക്കുക. ഇവിടെ യാ എന്തിനാണ് വിളിക്കണത്? വേറെ ഒരു വ്യക്തിനല്ല വിളിക്കണത്. അവര് വിളിക്കണത് സ്വന്തം നാശത്തെയാണ് വിളിക്കണത്. യാ വൈലന. എന്താ വിളിക്കണത്? വൈൽ എന്ന് പറഞ്ഞ നാശം. വൈലന എന്ന് പറഞ്ഞാലോ ഞങ്ങളുടെ നാശം. അപ്പൊ ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ എന്നവരെന്താണ് വിളിച്ചു പറയാണ്. എന്താണ് ആ വിളിയുടെ ഉദ്ദേശം? എന്താ? മുഫസ്സിറുകളെല്ലാം പറയുന്നത് സ്വന്തം പിന്നെ ഒരക്രമം ചെയ്തതിന്റെ അംഗീകരിക്കലും, ഞങ്ങൾ അക്രമത്തിൽ പെട്ടുപോയിരിക്കുന്നു, ആ നാശം സ്വന്തത്തിലേക്ക് വിളിച്ചു പറഞ്ഞത് അംഗീകരിക്കലാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? യാ വൈലന. ഒരു വിലാപമാണ് യഥാർത്ഥത്തിൽ.
ഒരു എന്താ പറയാ, അവര് പിന്നെ മുന്നോട്ട് പോയിരുന്ന ആ സമയത്ത് അവർക്കൊരു ശിക്ഷ വന്നപ്പോ അവര് നടത്തുന്ന ഒരു വിലാപത്തിന്റെ വാക്കാണെന്ത്? യാ വൈലന, ഞങ്ങളുടെ നാശമേ. എന്നിട്ട് അവര് പറയുന്നത് എന്താ? ഇന്ന. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്ന എന്ന് പറഞ്ഞാലോ ശരിക്ക് ഇന്നന എന്നാണത്. ഇന്ന ആയത് ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ, തീർച്ചയായും ഞങ്ങൾ കുന്ന ആയിരുന്നു, തീർച്ചയായും ഞങ്ങളായിരുന്നു ലാലിമീൻ. ആരാണ് ലാലിമീൻ? ലുൽമ് എന്ന് പറഞ്ഞ എന്താ? അക്രമം. ലാലിമ് എന്ന് പറഞ്ഞ എന്താ? അക്രമി. അതൊരാളാണെങ്കിൽ ലാലിം, അതിന്റെ ജംആണ് എന്ത്? ലാലിമീൻ, ലാലിമൂൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ലാലിമീൻ എന്ന് പറഞ്ഞ എന്താ? അക്രമികൾ. അപ്പൊ അതിനെ ഒന്നിച്ചർത്ഥം വെച്ചാൽ ഇന്നാ കുന്നാ ലാലിമീൻ, എന്താ? തീർച്ചയായും ഞങ്ങൾ അക്രമികളായിരുന്നു. സമ്മതിക്കാണ് ഇവര്. ഈ എപ്പോഴാണ് ഇത് സമ്മതിക്കുന്നത്? ഇതുവരെ സമ്മതിച്ചിട്ടില്ല. സമ്മതിക്കാൻ കാരണം എന്താ? നഫഹത്തും മിൻ അദാബി റബ്ബിക്, അള്ളാന്റെ അടുക്കൽ നിന്നുള്ള ഒരു നേരിയ ശിക്ഷയോട് വന്നപ്പോ എന്ത് ചെയ്തു? നേരിയതേ വന്നിട്ടുള്ളൂ, വലുതൊന്നും വന്നിട്ടില്ല. അപ്പൊ തന്നെ അവർ പറയാൻ തുടങ്ങിയത്, പഠിച്ചോനെ ഞങ്ങളെ നാശം, ഞങ്ങളിതാ ലാലിമുകളായി പോയിരിക്കുന്നു എന്നാണ്. ഒന്നുകൂടി നോക്കിയ ആയത്തിന്റെ വാക്കർത്ഥം, വല ഇമ്മസ്സത്തുഹും, അവരെ ബാധിച്ചാൽ, അവരെ സ്പർശിച്ചാൽ, നഫഹത്തുൻ, ഒരു നേരിയ കാറ്റ്, മിൻ അദാബി റബ്ബിക്, നിന്റെ റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന്, നിന്റെ റബ്ബിന്റെ അദാബിൽ നിന്ന്, ലയഖൂലുന്ന, തീർച്ചയായും അവര് പറയും, അവിശ്വാസികൾ പറയും, യാ വൈലന, ആ ഞങ്ങളുടെ നാശമേ, ഇന്നാ കുന്ന, നിശ്ചയമായും ഞങ്ങളായിരുന്നു ലാലിമീൻ, അക്രമികൾ. അപ്പൊ അതിനെ പൂർണ്ണമായ അർത്ഥം നോക്കിയേ, നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷയിൽ നിന്നൊരു നേരിയ കാറ്റ് അവരെ സ്പർശിക്കുന്ന പക്ഷം തീർച്ചയായും അവര് പറയും, ഞങ്ങളുടെ നാശമേ, തീർച്ചയായും ഞങ്ങളിതാ അക്രമികളായി പോയല്ലോ എന്ന് പറയുന്നതാണ്. അപ്പൊ ശിക്ഷ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണത്? ആളുകൾക്ക് ഇതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇത് നമ്മളെ ഒരു ആയത്ത് പഠിക്കുമ്പോൾ നമ്മള് ഇത് മക്കത്തെ അവിശ്വാസികളിലേക്ക് ലിംഗിയത് അതിനെ പഠിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പാഠങ്ങളും കിട്ടും. ഇതിൽ നമുക്കൊരു പാഠമുണ്ട്. നമുക്ക് നന്നാകാൻ ഒരു പരീക്ഷണം വരാൻ കാത്തിരിക്കണോ? അതാണ് ഇതിന്റെ പാഠം. ഒരു പരീക്ഷണവും ഒരു ശിക്ഷയും വരാൻ നമ്മൾ കാത്തിരിക്കണോ? അതിനു മുമ്പ് നന്നാകണം എന്നുള്ളതാണ് എന്ത് ചെയ്യണത്? ഈ ആയത്ത് നമ്മൾക്ക് കിട്ടേണ്ട സന്ദേശം, മെസ്സേജ് അതാണ്. ഇത് മക്കത്തെ മുശ്രിക്കിന്റെ വിലാവാണ്. ഈ ശിക്ഷ നേരിൽ കാണുമ്പോൾ ഞാൻ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിനു മുമ്പ് അള്ളാഹുവിന്റെ താക്കീതുകൾ, സ്വർഗമുണ്ട്, നരകമുണ്ട്, മരണമുണ്ട്, ബർസഖ് ഉണ്ട്, അതിൽ ചോദ്യമുണ്ട്, ഒക്കെ ഉണ്ട്, മഹ്ശറിലെ നിർത്തുണ്ട്, ഹിസാബുണ്ട്, മീസാൻ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഖുർആനിലും നമ്മൾ ഖുതുബയിലും അതിലൊക്കെ ഇതങ്ങോട്ട് ഹൃദയത്തിലേക്ക് കയറാനും ജീവിതം എഡിറ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള വിചിന്തനാണ്. ഖുർആൻ ക്ലാസ് കിട്ടേണ്ട ഒരു മെസ്സേജ് ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു തലം ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ട ഒരു സംഗതി അതാണ്. ഇത് മക്കത്തെ മുശ്രിക്കിലേക്ക് മാത്രം ചേർത്ത് വായിക്കരുത്. നബിയുടെ താക്കീതുകൾ അവര് പരിഗണിച്ചില്ല. നബി വഹീന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത മുന്നറിയിപ്പുകളെ പരിഗണിച്ചില്ല. ധിക്കാര മനോഭാവമായിരുന്നു അവിശ്വാസികൾക്ക്, ഗൗരവം കൊടുത്തില്ല. നബി പറഞ്ഞു, ഞാൻ വഹീ കൊണ്ടാണ് നിങ്ങളെ താക്കീത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് നേരിയ ഒരു അംശം വന്നപ്പോ അവര് പറയണെന്ത്? ഞങ്ങളെ നാശമേ, ഞങ്ങൾ നശിച്ചു പോയല്ലോ, ഞങ്ങൾ അക്രമികളായി പോയല്ലോ എന്നെന്ത് ചെയ്യാണ്? ഇവര് വിലപിക്കാണ്. അപ്പൊ ഇതിന് നിൽക്കേണ്ടതില്ലല്ലോ, നേരത്തെ കേട്ടനുസരിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന സന്ദേശമാണ് എന്ത് ചെയ്യുന്നത് മക്കൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നത്. ഇതൊക്കെ ജീവിതം മാറ്റാൻ ഇവരെ സഹായവും. ഇതൊക്കെ എന്തിനാണ്? ഇത് മക്കൾക്കാർ ഇത് കേൾക്കണം. ഈ ആയത്ത് ഈ ചില കാര്യങ്ങൾ നടന്നതുപോലെ ഈ പരലോകത്തെ ചില കാര്യങ്ങൾ പറയുന്നിടത്ത് ചില ക്രിയകൾ മാദിയായി പ്രയോഗിച്ചത് എന്തിനാണ്? മുഫസ്സിറുകൾ പറയുന്ന ശരിക്കും സംഭവിച്ചതുപോലെ അതങ്ങനെ എടുത്തു പറയാണ്. അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അല്ലെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പരലോകത്തെ ചില സംഭവവികാസങ്ങൾ ഒരു ഭൂതകാല ക്രിയയിൽ ഖുർആൻ പ്രയോഗിച്ചതിന്റെ ഉദ്ദേശം എന്താ? മുഫസ്സിറുകളൊക്കെ പറയണത് അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ല. അത്രമാത്രം അതെന്താണ് സംഭവിക്കുന്ന കാര്യം ഉറപ്പാണ്. അത് യഖീനായി അള്ളാഹു അതിനെ ബോധ്യപ്പെടുത്താനാണ് ചിലയിടത്ത് ഇങ്ങനെ ചില സംഭവങ്ങൾ ഇങ്ങനെ നടക്കും. ഇങ്ങനെ പരലോകത്ത് പറയുന്ന വർത്താനം ഉണ്ടല്ലോ ഖുർആനിൽ, അത് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നരകത്തിലേക്ക് പോകുന്ന ആളുകള് പിന്നോട് ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് നദീറുമാര് വന്നില്ലേ? അപ്പൊ അവര് പറയുന്നത്, ഞങ്ങള് കേട്ടിരുന്നെങ്കിൽ, ചിന്തിച്ചിരുന്നെങ്കിൽ, ഞങ്ങള്
ഇത് കേട്ടിട്ടെങ്കിലും നാളെ ഇത് പറയാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത് എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിശ്വാസികളുടെ ഈ സമീപനം, ഈ വർത്താനം, ശിക്ഷ വരുമ്പോൾ പറയുന്ന ഈ വാക്കെന്ത് ചെയ്യരുത്, പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത്. കാലേ കൂട്ടി മുന്നറിയിപ്പുകൾ വരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. പരീക്ഷണം വന്നാലേ നന്നാകൂ എന്ന ഒരു സ്വഭാവം എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. ശിക്ഷ വരാൻ കാത്തിരിക്കരുത്, മുമ്പ് തന്നെ നന്നാവണം എന്നുള്ളതാണ്. അപ്പൊ ആ നിഷേധത്തിന്റെ അങ്ങേ അറ്റം നിന്നിരുന്നവർ നേരിയ ശിക്ഷ വന്നപ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നത്, നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതാണ് ഖുർആൻ പറയുന്നത്. തഫ്സീറുകളിൽ കാണാം, വലയിൻ മസ്സഹാഉലായിൽ മുകദ്ദിബീന അദ്നാ ശൈഇൻ മിൻ അദാബില്ലാ, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഏറ്റവും ചെറുത് ഈ മുകദ്ദിബീങ്ങൾക്ക്, നിഷേധികൾക്ക് അവർക്ക് ബാധിച്ചപ്പോ അവരുടെ തെറ്റുകൾ അവരെന്ത് ചെയ്യാണ്, തിരിച്ചറിയാൻ. സ്വകാര്യതകളെ അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് അപ്പോഴാണ് എന്ത് ചെയ്യണത്, ഒരു തിരിച്ചറിവ് കിട്ടുന്നത്. ദുനിയാവിൽ അവരോട് തന്നെ അക്രമം കാണിച്ചവരായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെടുന്നത് അപ്പോഴാണ്, ഈ ശിക്ഷ അവരെ ബാധിച്ചപ്പോഴാണ് എന്നുള്ളതാണ്. അപ്പൊ ശിക്ഷ വന്നാൽ വിലപിച്ചിട്ട് കാര്യമില്ല എന്നാണ് എന്ത് ചെയ്യണത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബോധ്യപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് 47-ാമത്തെ ആയത്ത് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഈ ആയത്ത് നമ്മുടെ മനസ്സിൽ വളരെ തങ്ങി നിൽക്കേണ്ട ഒരു ആയത്താണ്. നമ്മളേറെ ഒരു തസ്കിയത്ത് നൽകുന്ന ഒരു ആയത്താണ്. നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ എന്താ, വെച്ചു, സ്ഥാപിച്ചു, ഏർപ്പെടുത്തി എന്നൊക്കെയുള്ള അർത്ഥമാണ്. നലഉ എന്ന് പറഞ്ഞാൽ നാം സ്ഥാപിക്കും എന്നാണ്. അല്ലാഹ് പറയാണ്, നാം സ്ഥാപിക്കും, നാം ഏർപ്പെടുത്തും. എന്ത്? അൽ മവാസീന. എന്തിനാണ്? മീസാനുകളെ, തുലാസുകളെ നാം ഏർപ്പെടുത്തും. എവിടെ? എങ്ങനെയുള്ള തുലാസുകൾ? അൽ ഖിസ്ത്. ഖിസ്ത് എന്താ? ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ എന്നൊക്കെ പറഞ്ഞില്ലേ, നീതിപൂർണമായ മീസാനുകളെ നാം ഏർപ്പെടുത്തും. എവിടെ? ലിയൗമിൽ ഖിയാമ. എവിടെയാണ്? ഖിയാമത്ത് നാളിൽ. യഥാർത്ഥത്തില് അഹ്ലുസുന്നയുടെ മീസാനിലുള്ള വിശ്വാസം, ലോകത്ത് മുഅ്തസിലിയാക്കൾ മീസാനിനെ നിഷേധിച്ചിട്ടുണ്ട്. പരലോകത്ത് എന്ത് തൂക്കുക? നന്മയും തിന്മയും തൂക്കുക. അതങ്ങനെ തൂങ്ങുക? നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ ഇരുന്നത് മീസാനിൽ തൂങ്ങുക. അപ്പൊ അവർക്ക് ബുദ്ധിക്ക് എന്ത് ചെയ്യില്ല, നടക്കില്ല. സുബ്ഹാനല്ലാഹ് മീസാനിൽ തൂക്കുക. നമ്മളെ ഫജ്ർ ഇപ്പൊ നിസ്കരിച്ച സ്വലാത്ത് അതെന്ത് ചെയ്യാം, മീസാനിലിട്ട് തൂക്കുക. അപ്പൊ അവരാലോചിക്കണത് ഏത്? നമ്മൾ ഈ കടയിൽ തൂക്കണതാണ് അവരാലോചിക്കണത്. അപ്പൊ അവരുടെ നിഷേധത്തിന്റെ വഴിയിലേക്ക് വന്നത് അതുകൊണ്ടാണ്. അപ്പൊ അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് മീസാൻ ഉണ്ട് എന്നത്. ലോകത്ത് മുഅ്തസിലിയാക്കളാണ് മീസാനെ നിഷേധിച്ചത്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ വിശ്വാസം ഈ ആയത്ത് കൊണ്ട് തന്നെ മീസാനെ സ്ഥാപിക്കാൻ പറ്റും. അല്ലാഹ് പറയണു, വനളഉൽ മീസാൻ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നീതിപൂർണമായ മീസാനുകളെ നാം സ്ഥാപിക്കും. വേറെ ഹദീസിലും കാണാം. ഇപ്പൊ നമുക്കറിയില്ല, ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് പറഞ്ഞ ഹദീസിൽ എന്താ പറഞ്ഞത്? റസൂൽ സഹാബികളോട് ചോദിക്കാണ്, എന്ത്? പിന്നെ കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് പ്രിയം നിറഞ്ഞ രണ്ട് കലിമത്ത്, ഹഫീഫത്താനി അലൽ ലിസാൻ, നാവുകൾ കൊണ്ട് ചൊല്ലാൻ എളുപ്പമുള്ള രണ്ട് കലിമത്ത്. നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നാണ്. മൂന്നാമത് പറഞ്ഞെന്താ? മീസാനിൽ കനം തൂങ്ങുന്ന രണ്ട് കലിമത്ത്. എന്തൊക്കെയാ പറഞ്ഞത്? റഹ്മാൻ ഇഷ്ടമുള്ള, നിങ്ങൾക്ക് നാവുകൾ കൊണ്ട് ചൊല്ലാൻ എളുപ്പമുള്ള, എന്നാലോ മീസാനിൽ കനം തൂങ്ങുന്ന രണ്ട് കലിമത്ത്. എന്താണ് രണ്ട് കലിമത്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. വെറുതെ ഇരിക്കാണ് അത് ചൊല്ലാൻ. മീസാനിൽ കനം തൂങ്ങുന്നതാണ്. ഞാൻ അത് പറഞ്ഞത് മീസാൻ ഉണ്ട്, ഹദീസൊന്നും കിട്ടി, ആയത്തൊന്നും കിട്ടി. എന്നിട്ട് ഇവര് നിഷേധിക്കുന്നത് അത് അഖ്ലാനിയത്താണ്. യഥാർത്ഥത്തില് ബുദ്ധി കൊണ്ട് അവർ ആലോചിച്ചപ്പോ അങ്ങനെ തൂങ്ങാൻ പാടില്ല എന്നാണ് അവരുടെ ബുദ്ധിക്ക് കിട്ടിയത്. പക്ഷെ അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത് മീസാൻ ഉണ്ട് എന്നുള്ളതാണ്. പരലോകത്ത് മീസാൻ ഉണ്ട് എന്നാണ്. അപ്പൊ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമാണ്. അപ്പൊ വനളഉൽ മവാസീന, തുലാസുകളെ നാം ഏർപ്പെടുത്തും, അൽ ഖിസ്ത, നീതിപൂർണമായ, ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഫലാ തുദ്ലമു, ഫലാ തുദ്ലമു, അതിനാൽ അക്രമം ചെയ്യപ്പെടുകയില്ല, അനീതി ചെയ്യപ്പെടുകയില്ല. നഫ്സുൻ, നഫ്സുൻ എന്ന് പറഞ്ഞാൽ ഒരു നഫ്സും, ഒരാളും, ഒരു ദേഹവും അക്രമം ചെയ്യപ്പെടുകയില്ല. ഷൈഅൻ, ഷൈഅൻ എന്ന് പറഞ്ഞാൽ ഒട്ടും, ഒരു തരിമ്പ് പോലും, ഒട്ടും. അപ്പൊ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ,
ഒരാളും ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. അതായിരുന്നാൽ ഏത് കർമ്മം, ഈ പ്രവർത്തിക്കുന്ന കർമ്മം ഉണ്ടല്ലോ, ആ കർമ്മമായിരുന്നാൽ അത് തിന്മയാകട്ടെ നന്മ ഏതാകട്ടെ, മിസ്കാല ഹബ്ബത്തിൻ, മിസ്കാൽ എന്ന് പറഞ്ഞാൽ തൂക്കം, ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ധാന്യാണ്. ഒരു ധാന്യമണി തൂക്കം ആയിരുന്നാൽ, മിൻ ഖർദൽ, ഖർദൽ എന്ന് പറഞ്ഞാൽ കടുകാണ്, കടുക്, ഒരു കടുകിൽ നിന്നുള്ള ഒരു ധാന്യമണിയുടെ തൂക്കമായിരുന്നാലും എന്ത് ചെയ്യും, അതൈനാ ബിഹാ, നാം അത് കൊണ്ടുവരും, നാം അതിനെ കൊണ്ടുവരുന്നതാണ് പരലോകത്ത് എന്നാണ്. വകഫാ, കഫ എന്ന് പറഞ്ഞാൽ എന്താ, മതിയായതാണ്, മതിയാകും, ബിന, നാം തന്നെ മതിയാകും. അല്ല പറയണം, നാം തന്നെ മതിയാകും. ഹാസിബീൻ, ഹിസാബ് പറഞ്ഞില്ലേ, ഹാസിബി എന്ന് പറഞ്ഞാല് വിചാരണ ചെയ്യാൻ നാം തന്നെ മതിയായവനാണ്. ഏത് വിഷയത്തിൽ? ഈ മീസാനുകളിൽ നിങ്ങൾ ചെയ്ത ഒരു കടുകുമണിയുടെ അത്ര, ഒരു ധാന്യത്തിന്റെ അത്ര നന്മയാണോ തിന്മയാണോ അത് നാം കൊണ്ടുവരും. നിങ്ങളെ വിചാരണ ചെയ്യാൻ എന്തുണ്ട, വേറെ കുറെ സംഗതികളൊന്നും വേണ്ട, നാം തന്നെ മതിയായതാണ്. അപ്പൊ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വചനാണ്. ഒന്നുകൂടി നോക്കാം നമ്മള്. വനദഉൽ മവാസീന, വനദഉ, നാം ഏർപ്പെടുത്തും, സ്ഥാപിക്കും, അൽ മവാസീന, മീസാനുകളെ. മീസാന്റെ ജമ്മാണ് ഇവിടെ, തുലാസുകൾ എന്നാണ് പറഞ്ഞത്. മീസാൻ, മവാസീൻ ജമ്മാണ്. തുലാസുകളെ, അൽ ഖിസ്ത, അൽ ഖിസ്ത്, നീതിപൂർണമായ, ലിയൗമിൽ ഖിയാമ, ഖിയാമത്തു നാളിൽ, ഫലാ തുദ്ലമു, അക്രമം ചെയ്യപ്പെടുകയില്ല, അതിനാൽ അക്രമം ചെയ്യപ്പെടുകയില്ല. നഫ്സുൻ, ഒരാളും ഒരു ദേഹവും, ഷൈഅൻ, ഒട്ടും, വഇൻകാന, അത് ആ കർമ്മമായിരുന്നാൽ, മിസ്കാല ഹബ്ബത്തിൻ, ഒരു ധാന്യമണി തൂക്കം, മിൻ ഖർദൽ, കടുകിൽ നിന്നുള്ള, അതൈനാ ബിഹാ, നാം അതിനെ കൊണ്ടുവരുന്നതാണ്. വകഫാ, മതിയാകും, ബിന, നാം തന്നെ, ഹാസിബീൻ, വിചാരണ ചെയ്യാൻ. അപ്പൊ അതിന്റെ പൂർണ്ണമായ അർത്ഥം നോക്കിയേ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർണമായ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. അത് കർമ്മം ഒരു കടുകുമണി തൂക്കമുള്ളതാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. കണക്ക് നോക്കുവാൻ നാം തന്നെ മതിയായവനാണ്. അപ്പൊ ഇവിടെ നമുക്ക് വലിയ തിരിച്ചറിവുകൾ നൽകുന്ന ഒരു ആയത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആയത്ത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കേണ്ട ആയത്താണ്. ഒരു നന്മയും നമ്മൾ എന്ത് ചെയ്യരുത്, അവഗണിക്കാൻ പാടില്ല. അത് ചെറുതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവഗണിക്കാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നിടത്ത് നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന പല കാര്യവും എത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇപ്പൊ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്ന ഒരു പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട് വന്ന ഇമാം മുസ്ലിമിൽ ഒരു ഹദീസ് ഉണ്ട്. അതായത് ഈ നമ്മൾ സാധാരണ ഈ റോട്ടുമ്മ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമല്ലോ, അപ്പൊ ഒരു മരം ഇങ്ങനെ, മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ചിലരെന്ത് ഇങ്ങനെ വെട്ടിച്ചങ്ങോട്ട് പോകും. ചിലപ്പോൾ ഒരു ചെറിയ കല്ലായിരിക്കും. സംഭവിക്കെന്താ, ചില അശ്രദ്ധയിൽ ഒന്നങ്ങോട്ട് ടയർ കയറി ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒന്ന് സ്കിഡാവും. പക്ഷെ അവിടെ ഒന്ന് ബൈക്ക് നമ്മൾ ഒറ്റക്കാണ് ഒന്ന് സൈഡാക്കി ആ മരക്കൊമ്പൊന്ന് എടുത്തു വെച്ചാൽ അതൊരു നല്ല നീയത്തോടു കൂടിയാണ് അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് അറിയാം. റസൂല പറയുന്ന ഒരു ഹദീസിൽ കാണാം, മർറ റജുലുൻ ബിഗുസ്നി ശജറത്തിൻ അലാ ലഹരി ത്വരീഖിൻ, ഒരാൾ റോഡിൽ കിടക്കുന്ന ഒരു മരക്കൊമ്പിന്റെ സമീപത്ത് കൂടി നടന്നുപോയി. അയാൾ എന്ത് ചെയ്തു, ഫഖാൽ, അയാൾ പറഞ്ഞു, വല്ലാഹി ലൗ തഹിയന്ന ഹാദാ അനിൽ മുസ്ലിമീന ലാ യുഅദിഹിം, ഇതിലൂടെ അല്ലാഹുവാണ് മുസ്ലിങ്ങൾ നടക്കുന്ന പാതയിൽ നിന്ന് അവർക്ക് ഉപദ്രവം ഉണ്ടാതിരിക്കാൻ ഇത് ഞാൻ എടുത്തു മാറ്റും. അയാൾ എടുത്തു മാറ്റി. എന്നിട്ട് പറയണം, ഫഉദ്ഖിലൽ ജന്ന, റസൂൽ പറയണം, അങ്ങനെ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. നമ്മൾ എത്ര നിസ്സാരമായിട്ട് കാണുന്നതാണ്. നമ്മൾ കാലുകൊണ്ടൊന്ന് തട്ടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, റോഡിന്റെ സൈഡിൽ ആ കല്ല് പോകും. പക്ഷെ അതെന്താണ്, ഒരു നന്മയാണ്. ആ നന്മ മീസാനുകളിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ ഒരു നന്മയും നമ്മൾ എന്ത് ചെയ്യരുത്, അവഗണിക്കരുത്. അവസരം കിട്ടാൻ നമ്മളത് ചെറുതല്ലേ നമ്മൾ വിചാരിക്കും. ഇപ്പൊ ചെറിയ ചെറിയ നന്മകൾ ഉണ്ടല്ലോ. ഇപ്പൊ ചെരുപ്പിടുന്നിടത്തൊരു സുന്നത്തുണ്ടല്ലോ, എന്താ, വലതുകൊണ്ട് ധരിക്കുക, അവസാനം അഴിക്കുമ്പോ എന്താ ചെയ്യാ, ആദ്യം ഇടതഴിക്ക, പിന്നെ വലതഴിക്കുക. ഹദീസിന്റെ ലാസ്റ്റ് പ്രയോഗം എങ്ങനെയാണ്, ആദ്യം ധരിക്കുന്നതും അവസാനം അഴിക്കുന്നതും വലതാവട്ടെ എന്നാണ്. അപ്പൊ രണ്ടും വലതാണ്, തുടങ്ങിയത് വലത്, അവസാനിക്കുന്നത് വലത്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കാതെയായിരിക്കും ഇടുക. പക്ഷെ അതൊന്ന് ട്രാക്ക് കയറി നമ്മൾ സ്ഥിരം ചെരുപ്പ് ധരിക്കുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ അങ്ങോട്ട് റെഡി ആയിക്കോളും. പിന്നെ നമ്മൾ വലതുകൊണ്ടേ ധരിക്കുള്ളൂ. അഴിക്കുമ്പോഴും ഈ സുന്നത്ത് ശ്രദ്ധിക്കും. അപ്പൊ ഒരാൾ 60 കൊല്ലം ജീവിച്ച ആള് കണ്ടിന്യൂ ആയിട്ട് ഈ നന്മ ചെയ്താലോ എത്രയാണ് കൂലി?
നമ്മുടെ നിയ്യത്തുകൾക്കാണ് കൂലി. ഞാൻ പറയുന്നത് നന്മകളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, നിസ്സാരമാക്കരുത്. അതാണ് ഇവിടെ പറഞ്ഞത്. വൈൻകാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, നാം അത് പരലോകത്ത് കൊണ്ടുവരുമെന്നാണ്. ചെറിയ നന്മയാണ്, എവിടെയും മിസ്സാകൂല, അല്ലാഹു കൊണ്ടുവരും. ആ നന്മയെ അല്ലാഹു കൊണ്ടുവരും. ആ മരക്കൊമ്പ് നീക്കിയതാണോ, അത് പടച്ചോൻ കൊണ്ടുവരും. നന്മയായി പരലോകത്തേക്ക് അല്ലാഹു അതിനെ കൊണ്ടുവരും. തിന്മയാണെങ്കിലോ തിന്മയെ നിസ്സാരമാക്കാൻ പാടില്ല. അപ്പൊ അത് ചെറിയ തെറ്റല്ലേ എന്നൊക്കെയാണ് പലപ്പോഴും ചോദിക്കുന്നത്. ചെറുതല്ലേ? പക്ഷെ താബികൾ പറയുന്നുണ്ട് എന്ത്, ഞങ്ങൾ സഹാബികളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവര് കബായിറുകളായി കണ്ടത്, നിങ്ങൾ പിന്നെ സഗീറായി ചെറുതായി കണ്ട തിന്മകൾ സഹാബികൾ എങ്ങനെയാ കണ്ടത്? കബായിറുകളായിട്ടാണ് അവര് കണ്ടത്. നിങ്ങൾ കാണുന്ന വളരെ നിസ്സാരമായിട്ടാണ്, വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണുന്ന തെറ്റ് അവര് കണ്ടത് വലിയ തെറ്റായിട്ടാണ് അവര് കണ്ടത് എന്നാണ്. അപ്പൊ നമുക്ക് തിന്മകളെ നിസ്സാരമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ ചെറിയ പാപങ്ങളിലൂടെയാണ് എന്ത് ചെയ്യണത്, ഒരാള് വൻപാപത്തിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ചെറിയ പാപം അത് വർദ്ധിച്ചു വരുമ്പോൾ മനസ്സ് കറുത്തു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വൻപാപങ്ങളിലേക്ക് എത്തിക്കും. അപ്പോ ചെറുതും വലുതുമായ എല്ലാ നന്മകളെയും സമ്പാദിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഏത് വിഷയത്തിലും ആത്മാർത്ഥത ഇല്ലെങ്കിൽ എന്തില്ല, അതിന് പ്രതിഫലമില്ല. നമ്മളിപ്പോ ചിലതൊക്കെ സാന്ദർഭികമായി വരുന്നതായിരിക്കും. ഇപ്പൊ ഒരാള്, ഒരു കുടുംബം അങ്ങനെ ബൈക്ക് പോവാണ്, അവരെന്തെങ്കിലും ഒന്ന് വീണു, നമ്മളെന്ത് ചെയ്യണം, അതൊന്ന് എടുത്തു കൊടുക്കുക എന്നുള്ളത് പോലെ. ഒരാൾക്ക് വീണുപോയൊരു സാധനം, ഒരു പ്രായമുള്ളൊരു മനുഷ്യനാണ്, അയാൾക്ക് ആ സാധനം ഒന്ന് എടുത്തു കൊടുക്കുക എത്ര നിസ്സാരമായ കാര്യമാണ്. ആ സഹായങ്ങൾ പോലും എന്ത് ചെയ്യാണ്, നമുക്ക് വലിയ നന്മയാണ്. അത് നന്മയുള്ള മനസ്സിന് എന്ത് ചെയ്യുള്ളൂ, ഇത്തരം സംഗതികൾ പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നിനെയും നിസ്സാരവൽക്കരിക്കരുത് എന്നാണ് ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി തെറ്റാണോ, നമ്മുടെ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന കണ്ണിൽപ്പെടുന്ന കാഴ്ചകളാണോ, ആ കാഴ്ചകൾ ആ നമ്മുടെ മനസ്സ് അതിലേക്ക് പോകുന്നു, ചാഞ്ഞു പോകുന്നു, അതിലൊരു സുഖം കണ്ടെത്തുന്നു. ചെറുതുപോലും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്നത് പോലും അള്ളാഹുവിന്റെ അടുക്കൽ എന്ത് ചെയ്യും, അതൊക്കെ കൊണ്ടുവരുന്ന ഒരു ലോകമുണ്ട് എന്നതാണ്, മീസാനുകൾ സ്ഥാപിക്കപ്പെടുന്ന ഒരു ലോകമുണ്ട് എന്നാണ് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ആയത്തുകൾ, അതായത് മനുഷ്യന്റെ രണ്ട് സ്വഭാവങ്ങൾ വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ നമുക്ക്, അതായത് മനുഷ്യൻ നന്മയുടെ തിന്മയുടെ വഴി സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ, ധാരാളം ആയത്തുകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്തു ഖലമിലെ 68 മുതലുള്ള ആയത്തുകൾ, സൂറത്തുൽ കഹ്ഫിലെ 32 മുതലുള്ള ആയത്തുകളൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയത്ത് വിശദീകരിക്കാം. നമ്മൾ 3 ആയത്തുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു തവണ കൂടി നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇന്നമാ ഉൻദിറുകും ബിൽ വഹി വലാ യസ്മഉ സുമ്മു ദുആ ഇദാ മാ യുൻദറൂൻ. وَلَئِن مَّسَّتْهُمْ نَفْحَةٌ مِّنْ عَذَابِ رَبِّكَ لَيَقُولُنَّ يَا وَيْلَنَا إِنَّا كُنَّا ظَالِمِينَ. وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا وَإِن كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാൻ, ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.